ഒരു കാര്യമുണ്ടായി. അത് പറയാനാ നിൽക്കണം നിങ്ങളോട്. ഈ ഒരു സാധനം പരമാവധി യൂസ് ചെയ്യാമെങ്കിൽ യൂസ് ചെയ്യുക, അതിന് ശേഷം കളയുക. അമ്മയുടെ പുതിയ ലോഹ എത്തിന്ന് തോന്നുന്നു. പുതിയ ഇതേതാണ്ട് പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ. ഇത് ഫിഷ് റോസ്റ്റ് പക്ഷെ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാട്ടോ. ബ്രെഡിന്റെ കൂടെ വരെ കഴിക്കാം. നോക്കിയെന്നാ വെളുത്തുള്ളി എടുക്കട്ടെ അപ്പേ. എങ്ങനെയുണ്ട്? ചിക്കൻ റോസ്റ്റും മട്ടൺ റോസ്റ്റും ഒന്നും വേണ്ട. പിന്നെ ക്രിസ്മസ് ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കാം. ഊണ് കഴിഞ്ഞിട്ടാ ഞങ്ങള് സ്ഥിരം കഴിക്കുന്ന ഒരു സ്വീറ്റാ ഇവിടെ. ഇത് നല്ല അടിപൊളി. ഇന്ന് ഡിസംബർ 7. ഒരു കാര്യമുണ്ടായി. അത് പറയാനാ നിൽക്കണം നിങ്ങളോട്. എന്നെ ഈ ചെരുപ്പ് പിടിച്ചു നിൽക്കണേ. ഒരു 2.5 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു ഇത്. ബാറ്റയുടെ മഴയത്തിടണ ഇത് എല്ലാവർക്കും അറിയാം. സ്ലിപ്പേഴ്സ്. ഇത് ഒരു പ്രാവശ്യം പണ്ട് സിറ്റ് ഔട്ടിൽ ഇറത്ത് കിടന്നിട്ട് പട്ടി ഏതാണ്ട് വലിച്ചു കൊണ്ടുപോയതാട്ടോ. പിന്നെ ഞാൻ എന്നെ ചെയ്തോണ്ടിരുന്നെന്ന് വെച്ചാൽ പുറത്തിരുന്നത് കൊണ്ടേ ഞാനതാ അവിടെ ചവിട്ടിയുടെ അവിടെ കസേര വെച്ചേച്ച് അതിൻ്റെ അടിയിൽ കിടക്കും. പക്ഷെ ഇത്തവണ അവിടെ കൊണ്ടുപോയിട്ടത് ഇനി അവര് വിചാരിച്ചേക്കണ ഞാനിത് ഇടണ്ടെന്നായിരിക്കും. അവർക്ക് വരെ മനസ്സിലായി. കടിച്ചു കീറി. ഈ ചെരുപ്പ് എടുത്തില്ല കേട്ടോ. സിറ്റ് ഔട്ടിൽ തന്നെ കിടന്നു. ഇത് കടിച്ചു കീറി ഇല്ലല്ലോ അവിടെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി പോണതിന്റെ അവിടെ ഇങ്ങനെ കമത്തിട്ടായിരുന്നു. അതെ പോയി. അപ്പൊ കറക്റ്റ് സ്ഥലത്ത് തന്നെ കടിച്ചു കീറിയത് ഇടുന്ന അവിടെ തന്നെ. പക്ഷെ ഈ ഒരു സാധനം പരമാവധി യൂസ് ചെയ്യാമെങ്കിൽ യൂസ് ചെയ്യുക, അതിന് ശേഷം കളയുക എന്നാണ് എൻ്റെ പോളിസി. ഞാൻ പഠിച്ചേക്കണം. കാരണം ആവശ്യമില്ലാതെ വേറെ ഇതെടുക്കേണ്ട കാര്യമില്ല. മഴക്കാലത്ത് പുറത്തിട്ടുകൊണ്ട് നടക്കണ ചെരുപ്പായിരുന്നു. ഇനി ഇപ്പൊ ഓൺലൈനിൽ നോക്കിയാലോ ബാറ്റയുടെ ഉണ്ടോന്ന്. 6 സൈസാട്ടോ. അപ്പൊ ഇത് നമുക്ക് കളയാം. അപ്പൊ ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ്. പത്രം എടുക്കാൻ വന്ന് നോക്കി. ഇപ്പൊ ഒരു ചെരുപ്പ് അവിടെ കിടക്കണം. അപ്പൊ ഒരെണ്ണയില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു പട്ടി കൊണ്ടുപോയിന്ന്. കുറച്ചേരം കഴിഞ്ഞ് നോക്കിയപ്പോ ഇത് ഇങ്ങനെ കിടക്കണം അവിടെ അങ്ങേറ്റിട്ട്. അപ്പൊ നോക്കിയപ്പോ എടുത്ത് നോക്കിയപ്പോ ആദ്യത്തെ കാഴ്ച മാറ്റിയേക്കാൻ. ഇനിയിപ്പ ഇത് പറയും ഇത് മാറ്റി ഇടട്ടെ കേട്ടോ. ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചത്തെ സ്പെഷ്യൽ ഡിഷാണ്. ഇന്ന് ചോറും കറിയൊന്നും അല്ല. ആദ്യത്തെ ഡിഷ് റെഡിയായി. ആദ്യത്തെ ഡിഷ് ഇവിടെ വന്നു കഴിഞ്ഞു. വേഗം തന്നെ അമ്മ റെഡിയാക്കിയാൽ ഉടനെ തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റി അപ്പം തന്നെ സംഭവം സെറ്റ് ചെയ്യുവാണ്. അതിന്റെ തന്നെ കവർ കൊണ്ട് അടച്ചാലേ ആവിക്കും. ഫസ്റ്റ് ഡിഷ് ഈസ് റെഡി. 11:30. അമ്മയുടെ പുതിയ ലോഹ എത്തിന്ന് തോന്നുന്നു. കൊറേ ഉണ്ടല്ലോ. ലോഹ മാത്രല്ല, ലോഹകൾ ഒരു ഇതാ അളവ്. ഇതൊരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ. 2 ലോഹ വേറെ കാണിച്ചു തരാം. ഇവിടെ നിരത്തി വെക്കിയതും കൊണ്ട് നിരത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒന്ന് ചിരിക്കണ്ട ചെറുതായി. അപ്പൊ ഏതാണ്ടൊക്കെ നോക്കുക. അപ്പൊ മിണ്ടുന്നില്ല. അപ്പക്ക് ലോഹയം മറ്റേ എഴുന്നേരം അത്ര പിടിക്കണമെന്നില്ല. കാര്യമായ പർച്ചേസിംഗ് ഒന്നും ഇല്ല അല്ലേ? ഇത് പഴയതാ. അളവ് ലോഹ. അതാണ് പുതിയ. ഇതേതാണ്ട് പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ. ഇത് ആഹാ. ആദ്യം ഒരെണ്ണം കാണിക്കാം, അത് കഴിഞ്ഞിട്ട് മറ്റേത് കാണിക്കും. വിടുത്തണില്ല അല്ലേ? ഇടുമ്പോ കണ്ടാ മതി. അടിപൊളി ലേസ്. മറിച്ച് കാണിച്ച് അതിന്റെ പൂക്കള് കാണാൻ. ഇത് ഇങ്ങനത്തെ ലേസാലേ വെച്ചേക്കണേ, പൈപ്പിംഗ് അല്ല. അല്ല, ഞാൻ പറഞ്ഞു 2 നല്ല ലേസ് വെച്ചോ മല്ലിക എന്ന് പറഞ്ഞു. കുറെ നാളായിട്ട് പൈപ്പിംഗ് തന്നെയല്ലേ. അതാണ് ഇതിനൊരു പ്രത്യേകത തോന്നിയത്. ഇത് ഭംഗിയുണ്ട് കേട്ടോ ലേസ് വെച്ചിട്ട്. പുള്ളിക്കാരത്തേക്ക് ഐഡിയ ഉണ്ട്. നല്ല ലേസേ വെക്കോളൂ. നല്ല. ഇനി മറിച്ച് കാണിച്ച്. ആ പൂക്കള് കാണാന് മനസ്സിലായി. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ഞാൻ എടുത്താടി. പുറത്തേക്ക് വെച്ചോ. കുറേ നോക്കി എടുത്തതാ. മറിച്ച് വെക്ക്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. മറ്റേതോ ഇത് നല്ല അടിപൊളി കളർഫുൾ. ഇതും ലേസ് ആണോ? വേറെ മോഡൽ. ഈ ലേസ് കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. 2 ലേസും കണ്ടിട്ടില്ല. നല്ല രസം. അത് ഇച്ചിരി ഇങ്ങോട്ട് കേറ്റി വെച്ച് കാണിക്കാനായിട്ട്. മടക്കി അങ്ങനെ വെച്ചേക്കണം. ഇച്ചിരി ഇങ്ങോട്ട് കേറ്റി. അതല്ല ഇത് ഫ്രണ്ടിലത്തെ. കാണിക്കാം.
ഇങ്ങനെ കണ്ടോന്ന്. ആ അടിപൊളി. ഇത് അമ്മയുടെ ഫേവററ്റ് കളറാ. യു പോലെ ലേസ് ആയിരുന്നു. ഇങ്ങനെ വെക്കണ്ട, ഇടുമ്പോ കാണാതെ നല്ല ഭംഗിയുണ്ട്. ഫേവറേറ്റ് കളറാ. അവിടെ എന്നാന്നോ ഒരുവിധം കളറുകളെല്ലാം ഉള്ള കളറുകൾ അവിടെ നമ്മളെപ്പോഴും എടുക്കണല്ലോ അവിടെ പോയി. അപ്പൊ ഇല്ലാത്ത ഡിഫറെന്റ് ഇതായിരുന്നത്. ഞാൻ നോക്കി കൊറേ നീ പറഞ്ഞ റാക്കില് ബാക്കിലിരുന്നത്. ഇങ്ങനെ തട്ടി 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 നോക്കി കോട്ടൺ മെറ്റീരിയൽ നോക്കി നോക്കി എടുക്കാം. ഇതിന്റെ സിമ്പിൾ ലേസാ, മറ്റേതിന്റെ ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ട. അത് രണ്ടും ഒരുപോലെ വേണ്ടല്ലോ എന്ന് പുള്ളിക്കാരി ഐഡിയയിൽ വെച്ചതായിരിക്കും. വേറെ നല്ലതാ. അല്ല പടം എടുത്തിട്ട് വിടുത്താ. ആ മടക്കി ലേസ് കിട്ടൂല, അതുകൊണ്ടാ. ഓ ഇത് നിലത്തേക്കിടല്ലേ. ഇഷ്ടപ്പെട്ടോ? പിന്നെ വലിയ തയ്ച്ചാ പിന്നെ ഇഷ്ടപ്പെടാതെ. രണ്ടിനും പ്രത്യേകതകളുണ്ട് കേട്ടോ. ലേസ് ആണെങ്കിലും അതിനൊരു പ്രത്യേകത ഭംഗിയുണ്ട്. പുള്ളിക്കാരത്തിയുടെ അടുത്ത് എല്ലാം നല്ല നല്ല ഐഡിയാസ് ഉണ്ട്. ഐഡിയ പുള്ളിക്കാരത്തിക്ക് ഉണ്ടെന്ന് മാത്രമല്ല നല്ല നമുക്ക് പറ്റിയ രീതിയിലുള്ള ലേസുകളുണ്ട്. അത്ര കോമൺ അല്ല അത് ലേസ്. തൃപ്പൂണിത്തറയിൽ എടുക്കണ എനിക്ക് ഈ ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളങ്ങനെ കണ്ടിട്ടില്ല അധികം. ശരിക്കും ഒരു കട്ട് വർക്കിന്റെ ഒക്കെ ഒരു അപ്പൊ നമ്മുടെ ഫിഷ് റോസ്റ്റ് റെഡി ആയല്ലോ. ഇനി അടുത്ത സംഗതി ഇവിടെ കഴിക്കാനുള്ളത്. അതെ, വെറുതെ ഫിഷ് റോസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. ഫിഷ് റോസ്റ്റ് പക്ഷെ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാട്ടോ. ബ്രെഡിന്റെ കൂടെ വരെ കഴിക്കാം. നോക്കിയാൽ നന്നായിട്ട് കുറുകി അത് അത്രയും നേർപ്പിച്ചെടുത്താൽ നന്നായില്ലേ. അതെ അതെ അതെ. അത് മൂടി വെക്കാം. വേവിക്കാനുള്ള സംഭവം ഉണ്ടാക്കാനേ മൂടി വെക്കുമ്പോ വെള്ളം വേഗം തിളച്ചോളും. കൊറേ ഉണ്ടല്ലോ. അപ്പക്ക് ഇന്ന് മൊത്തം ചെത്താനുള്ള. അത് അപ്പ അങ്ങനെയല്ല, ഓരോ ദിവസമല്ലേ ചെത്തുള്ളൂ. തിരുമ്പോ മോശമനുസരിച്ച് ചെത്തും. ഇനി വെള്ളം തിളക്കാൻ മൂടി വെക്കാം കേട്ടോ. ലൈറ്റ് ഇട്ടോ? ലൈറ്റ് ഇട്ടില്ല. സംഗതികളൊക്കെ റെഡി ആയിട്ടോ. ഓ ഒരു കിടിലൻ സാധനം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അമ്മയുടെ ഡെക്കറേഷനും മറ്റേ ക്യാമറ ആണല്ലോ. അപ്പൊ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാ പറയും ഡെക്കറേഷനും മറ്റേ ക്യാമറ ആയിട്ടുണ്ടല്ലോ ഡെക്കറേഷൻ. എനിക്കറിയാൻ മേല, ഞാൻ അറിയാവുന്ന രീതിയിൽ അങ്ങ് വെച്ചു. അപ്പ ഇവിടെ ഇരുന്ന് കഴിക്കാതിരിക്കും. പിക്കിളെടുത്തില്ലല്ലോ അച്ഛൻ, പിക്കിളെടുത്തോണ്ട് വരാം. വെളുത്തുള്ളി എടുക്കട്ടെ അപ്പ? ഡേറ്റ്സ് ലെമൺ അതിൻ്റെ കൂടെ ചേരണേ. അതില്ല ഇല്ലേ? ആ എന്നാ പിന്നെ വെളുത്തുള്ളി എടുക്കാം. പറഞ്ഞോ ഇന്നത്തെ ലഞ്ച്. അതെ സ്പൂണുണ്ടെന്നേ, ഇവിടെ ഇരുന്നാ മതി. പനീറൊക്കെ എടുക്കണം അതിൽ നിന്ന്. എന്നാ എടുത്തോ. പനീർ പ്രോട്ടീൻ റിച്ച് പുലാവ്. ഒരു വെറൈറ്റി പുലാവ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് നോർമൽ വെജ് പുലാവൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഗീ റൈസ്, മിക്സഡ് ഗീ റൈസ്, വെജിറ്റബിൾ ഒക്കെ ചേർത്ത്. പ്രോൺസ് ബിരിയാണി. ആ അതൊരു കിടിലനാ. ഒരു തവണ നമുക്ക് അതൊന്നും ഉണ്ടാക്കണം കേട്ടോ. നിറച്ച് പ്രോൺസ് അങ്ങ് ഇടണം. അത് ഇടാറുണ്ടല്ലോ. ഗ്രേവി ഇടണതാ. ആദ്യം ഫിഷ് ഒരെണ്ണം ഇട്ടേച്ച് പിന്നെ ഗ്രേവി കോരി വെക്കാം. നമ്മൾ അത്രയും നേർപ്പിച്ചെടുത്തിട്ടുണ്ടോ അപ്പൊ കുറിയത് ഗ്രേവി ഉണ്ട്. ഈ കുറുകലാണ് വേണ്ടത്. അല്ല ഗ്രേവി ഉണ്ട്, തരാം. ആ പിക്കിള് ഗ്രേവി മീതെ ഇടണം ഫിഷിൻ്റെ. അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും നേരത്തെ കറി ഉണ്ടാക്കി വെച്ചോണ്ട് കേട്ടോ. അതാ നേരത്തെ കറിയിലേക്ക് കയറി പിടിച്ച ഗ്രേവിയാ. ഗ്രേവിയാ വെളുത്തുള്ളി പിക്കിളാട്ടോ. സാലഡ് വേണ്ടതായിരുന്നു, ടൈം തെറ്റിയതുകൊണ്ട് സാലഡ് ചെയ്തില്ല.
ഓക്കെ. എങ്ങനെയുണ്ട്? ഫിഷ് വളരെ നല്ലതാണ്. ഭയങ്കര ഒരു രുചിയാ അല്ലേ? ഒരു അൺയൂഷ്വൽ ടേസ്റ്റാണ്. ആ, ഇതുവരെ കഴിച്ചിട്ടുള്ള ആ ഒരു രുചിയല്ല. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റും മട്ടൺ റോസ്റ്റും ഒന്നും വേണ്ട, പിന്നെ ഫിഷ് റോസ്റ്റ് മതി. ഇത് ചോറിന്റെ കൂടെ നല്ല ആ, അത് എല്ലാത്തിന്റെ കൂടെയും പോകും. അതായത് ബ്രെഡിന്റെ കൂടെ വരെ കഴിക്കാതെ. അപ്പം അപ്പത്തിന്റെ കൂടെ അടിപൊളിയായിരിക്കും അത്. അതിനാ അപ്പം മേടിച്ചു. സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഉണ്ടാക്കാം ഫിഷ് റോസ്റ്റ്. ക്രിസ്മസ്, ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കാം. ആ, അമ്മ എടുക്കുവാണ്. ഞാനിപ്പോൾ തന്നെ ഇരിക്കും, കാരണം ഞാൻ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. വേണ്ട വേണ്ട, ഞാനെന്നാ ഇത്ര വലിയ കഴിക്കാനായിട്ട്. പോയാൽ പിന്നെ കൊള്ളൂല, അതായിരിക്കുമ്പോ ഇച്ചിരി ചൂട് കിട്ടും. ചെറിയ പീസ് മതി, എല്ലാം വലിയ പീസാണ്, എല്ലാം വലുതാണ്. എങ്ങനെയുണ്ട്? നല്ലതാ, അടിപൊളിയല്ലേ? ഫിഷിന് ഇച്ചിരി ഉപ്പും കൂടെ ഉണ്ടായ കുഴപ്പമോ, ഇച്ചിരി ഉപ്പും കൂടെ വേണോന്ന് എനിക്ക് വേണ്ട വേണ്ട, കാരണം ഓൾറെഡി അത് മസാലകൾ ഉണ്ട് അതിന്. അപ്പൊ ഇനി ഉപ്പിന്റെ ആവശ്യമില്ല. മസാലയിൽ ഒരു ഇച്ചിരി ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ട്, നെയ്യൊക്കെ ചേർത്തോണ്ട്. പനീർ പുലാവ് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായി കേട്ടോ. നീ ഒരുപാട് നാളായില്ലേ പറയണം. ഇപ്പൊ ഒരു കോമ്പിനേഷൻ അപ്പൊ കണ്ടുപിടിച്ച് വന്നപ്പോ ഞാൻ ഓർത്തുന്ന ഇത് തന്നെ തട്ടാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ബീൻസ് ഒന്നും ഇല്ലാതെ പോയി, എല്ലാ വെജ് കിട്ടാൻ നല്ലതാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് ഞങ്ങൾ ചേരും. ഓക്കെ, നീ കഴിക്ക. ഞാനും ഫിഷ് എല്ലാം അങ്ങ് എന്നാ ഒരു ടേസ്റ്റാ. ഇതിന്റെ കൂടെ ചേരുമ്പോഴാണ് ആ രുചി അങ്ങ് വന്നെ കേട്ടോ. എല്ലാവരും ഊണ് കഴിച്ചോ? ഊണ് കഴിച്ചെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിച്ചില്ലെങ്കിൽ വേഗം പോയി കഴിക്കുക. അതെ, പൂവമ്പഴമൊക്കെ കഴിച്ചങ്ങ് റെസ്റ്റ് ചെയ്യാം. ഐസ്ക്രീം കഴിക്കണോ? ഐസ്ക്രീം കഴിക്കുക. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ഓർമ്മിപ്പിക്കലൊക്കെ വളർത്തി. അതില്ലേ, ഫെലൂഡ കഴിക്കണ്ടവർക്ക് ഫെലൂഡ കഴിക്കാം. ഇപ്പൊ ഫെലൂഡ മിക്സ് കിട്ടണോണ്ടേ പിള്ളേരൊക്കെ ഉള്ളിടത്ത് കമ്പാരി. അതെ, ഊണ് കഴിഞ്ഞുള്ള പൂവമ്പഴം. പൂവമ്പഴം നാടൻ പൂവൻ. സൂപ്പറാ. എന്നാ അപ്പൊ പപ്പായ കഴിച്ചില്ലല്ലോ ഊണിന് മുമ്പ്? രാവിലെയും വൈകിട്ട് കഴിക്കുള്ളൂ, ഉച്ചയ്ക്ക് കഴിക്കാറില്ല. ഇല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും ഡിന്നർ കഴിഞ്ഞിട്ടും. നാളെ ആകുമ്പോഴേക്ക് പഴുത്തിന് നല്ല രുചിയായിരിക്കും. പഴുപ്പായില്ല, ആയി വന്നോളൂ. കഴിച്ച് തീർന്നതിന് മുമ്പ് ഗ്യാസ് വണ്ടി വന്നു. ഗ്യാസ് സിലിണ്ടറാ. അതെ, അപ്പൊ അവര് കയറ്റി വെച്ചു, കൊണ്ടുപോയി. അവർ ഊണ് കഴിഞ്ഞാൽ വന്നേന്ന് പറഞ്ഞു. ഓക്കെ, അമ്മ വട എടുത്തപ്പം എനിക്കും ഒരു വട എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ റോസ്റ്റൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുക. അന്നേരം വൈകിയല്ലേ ഇനിയും കഴിക്കാൻ തുടങ്ങിയത് വീഡിയോ എടുത്ത്, അതുകൊണ്ടാ. വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ആദ്യം കഴിക്കാൻ പറ്റില്ല. ഊണ് കഴിഞ്ഞിട്ടാ ഞങ്ങള് സ്ഥിരം കഴിക്കുന്ന ഒരു സ്വീറ്റാ ഇവിടെ. സാധാരണ ദിവസത്തിൽ എല്ലാ ദിവസവും ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പെടില്ല. ഇവിടെ വെക്കുന്നത് താല്പര്യവും ഇല്ല. കാണിക്കാ, നിങ്ങൾ ചിരിക്കരുതാ. ചിരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇതെന്നാ കട മൊത്തം മേടിച്ചാ? അപ്പ ഈ ചില്ലറ ഇതാവും ആയത് ഇങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടേ ഒരു സ്റ്റിക്കിന് 2 രൂപയാ. അപ്പൊ 5 സ്റ്റിക്കാ മേടിക്കാറ് 10 രൂപയ്ക്ക്. ഇത് 10 ഉണ്ടാവും. ഇപ്പൊ 20 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്.
ഇപ്പോഴും പോപ്പിൻസ് ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞങ്ങളിവിടെ ഇതാട്ടോ. അപ്പൊ കുറച്ച് മധുരം, എന്നാൽ മധുരം ആവുകയും ചെയ്യും. പുളിയും ഉണ്ട്. ഓക്കെ.